ഹായ് ഓൾ ദിസ് കോക്ക് പവി കാറ്റേക്കർ. ഡയറക്ടർ വിനീത് കുമാർ, കണ്ണൂരിലെ വിനീതുമാരിൽ ഒരു വിനീത്. പ്രൊഡ്യൂസർ ദിലീപേട്ടൻ തന്നെയാണ്. രാജേഷ് രാഘവനാണ് റൈറ്റർ. ചില ഡയലോഗ്സൊക്കെ നന്നായിരുന്നു. മിഥുൻ മുകുന്ദൻ മ്യൂസിക്. പൊതുവിൽ അത്ര ഇമ്പ്രസീവായി തോന്നിയില്ല, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇമോഷണൽ സീൻസ് വരുന്ന ആ ഒരു ഏരിയയിൽ, ആ സീൻസിലൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. വെണ്ണില കന്യക എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ദാറ്റ് വാസ് വെരി നൈസ്. അത് മേക്ക് ചെയ്ത രീതി നന്നായിരുന്നു. മൊത്തത്തിൽ ആ സോങ് നല്ല എൻജോയബിൾ ആയിരുന്നു. ആ സമയത്തൊക്കെ സിനിമ അത്യാവശ്യം ഹൈയുമായിരുന്നു. ബാക്കി കാര്യങ്ങളും പറയാം. ദീപു ജോസഫ് എഡിറ്റർ, സനു താഹിർ DOP. ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എക്സ്പെക്റ്റഡ്, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഓക്കെ, ഒരു യൂഷ്വൽ ദിലീപ് സിനിമ അല്ലാതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണുന്നു. പക്ഷേ സിനിമ ആരംഭിച്ച് ദിലീപും ഒരു പട്ടിയും അങ്ങനെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് പരിപാടി മനസ്സിലായി. ഇത് ടിപ്പിക്കൽ ദിലീപ് സാധനമാണ്. സ്ലാപ്സ്റ്റിക്ക്, വെർബൽ കോമഡി, അതുപോലെ തന്നെ ചില വാക്കുകൾ നിരന്തരം ഉപയോഗിച്ച് ചില വസ്തുക്കൾ കാണിച്ചു കൊണ്ടുണ്ടാകുന്ന കോമഡികൾ ഈ പരിപാടിയൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ ഇന്ന ബിഗിനിങ് കുറച്ച് ഭാഗത്ത് അത്യാവശ്യം കൊള്ളായിരുന്നു. ജോണി ആൻ്റണിയൊക്കെ വന്ന്, ദിലീപൊക്കെ വന്ന് ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് രസമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇനി ഞാൻ പറയുന്നത് സ്ട്രിക്ട്ലി പേഴ്സണലാണ്. കാരണം ഇത് പറയാൻ കാരണം, ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ, കുടുംബങ്ങൾ ഒക്കെ ഭീകരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സ്ലാപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാലത്ത്, പണ്ടൊക്കെ ചിരിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികൾക്ക് കണ്ടാൽ ചിരി വരുമായിരിക്കും. ഞാനും കുട്ടിയെന്ന സമയത്ത് ചിരിച്ചാണ്. ഇപ്പോഴും എനിക്ക് കുറേ കാലമായിട്ട് സ്ലാപ്സ്റ്റിക്ക് കണ്ടാൽ ചിരി വരാറേയില്ല. അങ്ങനെയുള്ള കുറേ സ്ലാപ്സ്റ്റിക്സ് പരിപാടി. അതായത് പറഞ്ഞത് ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ അത്തരം പരിപാടിയിൽ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊള്ളാമായേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അസഹനീയമായിരുന്നു. ഇപ്പോൾ ഡോറിൻ്റെ ഇടയിലേക്ക് കൈയിടുക, ഡോറിൻ്റെ അകത്ത് കൈ കുടുങ്ങുക, അയ്യോ കോമഡി. പച്ചക്കറി സഞ്ചയമായി വരുന്ന സ്ത്രീയെ ഇടിച്ചിടുക, പച്ചക്കറി മുഴുവൻ താഴെ പോയി, അയ്യോ കോമഡി. കോണിപ്പടിയിലേക്ക് ചാടി വീഴുക, എന്നിട്ട് ഉരുണ്ട് പോവുക, കോമഡി. ലേഡർ എടുത്ത് അതിൻ്റെ മുകളിൽ കയറുക, ലേഡറിന് ആളും കൂടെ മറിഞ്ഞു വീഴുക, കോമഡി. പിന്നെ ഇതിൽ ഒരു മരപ്പട്ടിയുടെ ഒരു സീനുണ്ട്. അത് ചെയ്തെടുത്തേക്ക് നന്നായിട്ടുണ്ട്. ലൈക്ക് ഒറിജിനൽ മരപ്പട്ടിയല്ല, അപ്പോൾ അത് ഗ്രാഫിക്സിൽ ചെയ്തെടുത്ത് നന്നായിട്ടുണ്ട്, CG നന്നായിട്ടുണ്ട്. പക്ഷേ ആ സീൻ കണ്ടിട്ടും അതും ടിപ്പിക്കൽ പരിപാടിയാണ്. അരിപ്പൊടി തലയിൽ വീഴുക, മുളക് പൊടി തലയിൽ വീഴുക, കേക്കിൻ്റെ മുകളിൽ വീഴുക, എന്നിട്ട് കുണ്ടി കുത്തി വീണിട്ട് കുണ്ടി കൊണ്ട് കേക്ക് മുറിച്ചെന്ന് പറയും. ഇങ്ങനത്തെ കോമഡികളാണ്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി എൻജോയബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് സിനിമയുടെ ആദ്യ പകുതി തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ കഷ്ടപ്പെട്ട് ഉതവിട്ട് അധ്വാനിച്ചാണ് കണ്ട് തീർത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞല്ലോ, ഈ കുണ്ടി കുത്തി വീഴുന്ന പറഞ്ഞ പോലെ ചില ശരീരഭാഗങ്ങൾ പറയുമ്പോഴേ ആൾക്കാർ ചിരി വരുമല്ലോ. കുണ്ടി എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് നിരന്തരം കുണ്ടി എന്ന് പറയാം. വളി എന്ന് പറയുമ്പം ഉണ്ടാവുന്ന കോമഡി. അതുപോലെ പിന്നെ ഷഡ്ഡി കാണുമ്പോൾ ചിരിക്കുന്നത്. ഇതിനെ ഷഡ്ഡി കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത് മനസ്സിലായിട്ടില്ല. അതുപോലെ ബ്രാ കാണിക്കുമ്പം ചിരിക്കുക. ഇങ്ങനത്തെ പരിപാടി ഇഷ്ടമാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ. നല്ല രസത്തുള്ള കുട്ടികളമക്കായിട്ട് കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിലുണ്ട്. കുണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അതുപോലെ തന്നെയുള്ള ഒരു കോമഡി സാധനമാണല്ലോ ചുക്കാമണിയുടെ ശബ്ദം കേൾക്കുക, മണിമണി കിണികിണി ശബ്ദം കേൾക്കുക, അങ്ങനെയുള്ള കോമഡികളുണ്ട്. അങ്ങനെ ഇതാണ് കോമഡിയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ സിനിമ എനിക്കൊന്ന്, നേരത്തെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വെണ്ണില കന്യകയെന്ന്, എനിക്ക് ഈ സിനിമ ഒന്ന് ഇമോഷണലി കണക്റ്റായതും ഒന്ന് സിനിമയിലേക്ക് ഇന്നായതും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ദിലീപ് ഇമോഷണലായിട്ട് മാറുന്ന ഒരു ബ്രേക്കിംഗ് ആയിട്ട്, പിന്നെ ഇമോഷണലായിട്ട് പുള്ളി അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട് കുറച്ച് സമയത്ത്. ആ സമയത്ത് പുള്ളിയുടെ ആക്ടിങ്ങും ഭയങ്കര കിടുമായിരുന്നു. മറ്റേന്ന് പുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഹീ ഗേവ് ഈസ് ബെസ്റ്റ്. പക്ഷേ പ്രായമായില്ലേ, എല്ലാവർക്കും പ്രായമാവും, എനിക്കും പ്രായമാവും, നിങ്ങൾക്കോ. അപ്പോൾ എത്ര എനർജി എടുത്തു കഴിഞ്ഞാലും പഴയ വിൻറ്റേജ് കിട്ടില്ല. ഈ വിൻറ്റേജ് ഈസ് വിൻറ്റേജ്. നിങ്ങൾ പഴയ കാറാണെങ്കിൽ പഴയ കാറ്, നിങ്ങൾ അതേപോലത്തെ ഒരു പുതിയ കാർ ഉണ്ടാക്കിയ കാര്യമില്ല. പഴയ ചായപ്പൊടിയാണെങ്കിൽ അതേപോലത്തെ നിങ്ങൾ ഓലപ്പന കൊണ്ട് ഇപ്പം പുതിയൊരു ചായപ്പൊടി ഉണ്ടാക്കിയ കാര്യമില്ല. വിൻറ്റേജ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ പുതിയത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിനെ ട്രൈ ഇമിറ്റേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അത് വെറും വേസ്റ്റാണ്. ലാലേട്ടൻ ഫാൻസിൻ്റെ അവസ്ഥ ഇതിനാണ്. വിൻറ്റേജ് ഒരു കാര്യമില്ല. വിൻറ്റേജ് ദിലീപ് ഒരു വിൻറ്റേജും ഇല്ല. പുതിയതുണ്ടാക്കുക, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുക എന്നുള്ള മാത്രമാണ്. കൂടാതെ ദിലീപേട്ടൻ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള പല ചിത്രങ്ങളുമായിട്ട് ക്ലോസ് റിസംബ്ലൻസ് ഈ സിനിമയ്ക്കുണ്ട്. ഒരുപാട് സാമ്യം. അത് ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ബോഡി ഗാർഡ് എടുത്തു പറയണം. ബോഡി ഗാർഡിൻ്റെ സെയിം കഥ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ട്രാക്ക്. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന ഇദ്ദേഹത്തിൻ്റെ
ഇമോഷൻസ് ആ പാട്ട് നന്നായിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പൊന്നോത ഊമ്പി കിടക്കുന്നു ക്ലൈമാക്സ്. അത് കൂറ ക്ലൈമാക്സ് എന്ന് മാത്രമല്ല, ക്രിഞ്ച് അടിച്ച് എൻ്റെ തൊലിയൊക്കെ ഉരുക്കിയിട്ട് അയ്യേ എന്തുമായി കാണിക്കുന്നതെന്നായിപ്പോയി. പിന്നെ ഒരു ലോഡ് സ്ത്രീകൾ ഇതിനകത്തുണ്ട്, സുന്ദരികളായ ഒരു ലോഡ് സ്ത്രീകളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പേരൊന്നും എനിക്കറിയില്ല, അതിലേതെങ്കിലും പിന്നെ ലോകോത്തര സംവിധായിക അതിനകത്തുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ക്രിഞ്ചേഷ് കുമാറായിപ്പോയി. ഇത് കണ്ടിട്ട് എന്നുള്ള അവസ്ഥയിലായിപ്പോയി ക്ലൈമാക്സ്. ഇങ്ങനെ ഒരു സിനിമയാകുമ്പോൾ ഒരു ഫൈറ്റൊക്കെ വേണ്ടേ, ഒരു ഫൈറ്റ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് മേക്കും ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈഗ്ലീസ് ഫ്ലൈയിങ്, വിക്രത്തിലെ അനീൻ്റെ ഈഗ്ലീസ് ഫ്ലൈയിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിഥുൻ മുകുന്ദൻ. ജോണി ആൻ്റണി ഇതിൽ അച്ഛനല്ല, അമ്മായി അച്ഛനല്ല. ജോണി ആൻ്റണി ഇതിൽ ഒരു സെക്യൂരിറ്റിയാണ്, വെറൈറ്റി വേഷമാണ്. കുമ്പയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുമ്പ വെച്ചുള്ള കോമഡി ഉണ്ട്. അത് പിന്നെ ബോഡി ഉപയോഗിച്ചുള്ള കോമഡിയും ഇതിൻ്റെ ഒരു അനിവാര്യ ഘടകമാണല്ലോ ഇത്തരം സിനിമകളിൽ. പിന്നെ അതുകൂടാതെ രാധിക ശരത് കുമാർ നല്ല ഉറപ്പിക്കലായിരുന്നു. അയ്യോ, അവരുടെ മകനായിട്ട് അഭിനയിച്ചൊരു പയ്യനുണ്ട്, അവൻ കൊള്ളാം. ധർമ്മജൻ ബോൾഗാട്ടി, അത് പിന്നെ സോപ്പ് കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ദിലീപിൻ്റെ പടമായതുകൊണ്ട് പുള്ളിയെ കാറ്റിയായിരിക്കാം. അതുപോലെ ജിനൂബൻ, പുള്ളി കുറച്ച് ഓവറായിരുന്നു. പിന്നെ സ്പടികൻ ജോർജിന് തീരെ വയ്യ. പിന്നെ പ്രൊഫസർ അലിയാർ ഉണ്ട്. ഇത്രയും പേരെ സിനിമയ്ക്കകത്തുള്ളത്. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇദ്ദേഹം ദിലീപേട്ടൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇവരൊക്കെ ഉണ്ടാക്കുകയാണോ, അതോ ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് ഇത് ദിലീപേട്ടൻ ചെയ്താൽ കൊള്ളാം എന്ന് വെച്ചിട്ട് ദിലീപേട്ടനെ സമീപിക്കുന്നതാണോ? കാരണം ദിലീപേട്ടൻ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിൽ ദിലീപേട്ടൻ്റെ സാധനങ്ങൾ വരുവാണ്. ഇത്തരത്തിലുള്ള സ്ലാബ് സ്റ്റിക്സ്, വെബല്, പിന്നെ പുള്ളിയുടെ ആയിട്ട് ഫേഷ്യലൊക്കെ വെച്ചാണ് കാണിക്കുന്നുണ്ട്. ഫേസ് ലോക്ക് തുറക്കുന്ന എന്തോ ഒരു അങ്ങനെ ഫേസ് ലോക്ക് പുള്ളിയുടെ അങ്ങനെ തുറക്കുള്ളൂ. പുള്ളി അങ്ങനെ വേറെ ആരെയും തുറക്കാതിരിക്കാൻ വേണ്ടി ആക്കി വെച്ചായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കയ്യിന്നിടുന്നതായിരിക്കാം. ഒന്നാമത് മിമിക്രിക്കാരെ മൊത്തം ഇങ്ങനെയാണ്, കയ്യിന്നിടുന്നതിൻ്റെ ആശാന്മാരാണ്. ഇങ്ങനെയതല്ലാതെ വളരെ നീറ്റായിട്ടൊരു ക്യാരക്ടർ ദിലീപേട്ടൻ ചെയ്ത് കാണണം എന്നാഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് കൊണ്ടുവരാനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന നടനാണല്ലോ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. നടക്കുമോ എന്തോ ഇപ്പോഴും 20 വർഷം മുമ്പ് കാണിച്ച പറക്കും തളിയ കാലഘട്ടത്തിലെ സാധനം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ ആളുകളുണ്ടെങ്കിൽ സിനിമ വിജയിക്കും. താല്പര്യമുള്ള ആളുകൾ കാണട്ടെ. എനിക്ക് പേഴ്സണലി ഇത്തരം സിനിമകളോട് യാതൊരുവിധ താല്പര്യമില്ല.